KJU മല്ലപ്പള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KJU സ്ഥാപക ദിനാചരണവും ലോക മാധ്യമ ദിനാചരണവും നടത്തി. മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ ഉദ്ഘാടനം ചെയ്തു. KJU മല്ലപ്പള്ളി മേഖലയുടെ നേതൃത്വത്തിലാണ് KJU സ്ഥാപക ദിനാചരണവും ലോക മാധ്യമ ദിനാചരണവും നടത്തിയത്. ഇതിന്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബാബു കൂടത്തിൽ നിർവഹിച്ചു. 1880 തിരുവനന്തപുരത്തും വിദ്യാവിലാസിനി മലബാറിലും കേരളത്തിലേക്ക് ഇറങ്ങിയതും 1880 നസ്രാണി ദീപിക, 1880 മലയാള മനോരമ, 1911 കേരള കൗമുദി, 1911 K. അയ്യപ്പന്റെ സഹോദരൻ, 1923 മാതൃഭൂമി, 1934 ചന്ദ്രിക, 1940 ദേശാഭിമാനി. അങ്ങനെ കേരള ചരിത്രത്തിലെ വിടവക്കാരായ എത്രയും പത്രങ്ങളൊക്കെ കാണുവാൻ കഴിയുമ്പോൾ തന്നെയാണ് ഇന്ന് സ്വാധീനം ചെലുത്തുന്ന ഏതൊക്കെ പത്രങ്ങളുണ്ട് എന്നുള്ളതുകൊണ്ട് ചിലർക്കെയും കണ്ണുകൾ അടച്ചു, ചിലർക്ക് ഇന്നും നിലനിൽക്കും. എന്നാൽ ഏറ്റവും പാരമ്പര്യമുള്ള മലയാള പത്രം ദീപികയാണ്. ദീപികയായിട്ടാണ് നിലനിൽക്കുന്നത്. ഓരോ ചലനങ്ങളും അറിയുവാനൊക്കെ ഉള്ളത് സംവിധാനം മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ സംവിധാനം ലോകത്തെ മുഴുവൻ ഗ്രസിച്ച് നമ്മുടെ സമൂഹത്തെ മുഴുവൻ ഗ്രസിച്ചു. എത്ര യൂത്ത്സ് പത്രം ആയിരുന്നു ഒരുവരും വേണ്ട, ഞങ്ങൾക്ക് അത്യാവശ്യം അറിയാവുന്നതെല്ലാം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്, അത് മതി അല്ലേ? അത് ആ സോഷ്യൽ മീഡിയയെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് വളരെ യാഥാർത്ഥ്യമല്ലേ എന്ന് പറയണം. പിന്നെ മറ്റൊന്ന് പറയുന്നത്, യഥാർത്ഥത്തിൽ പരദൂഷണം പറയുന്ന ഒരു പ്ലാറ്റ്ഫോമായി സാമൂഹിക മാധ്യമങ്ങൾ മാറിയിട്ടുണ്ട്. അതിന് അടിസ്ഥാനപരമായ കാരണം ഗൂഗിൾ പണം കൊടുക്കുന്നതാണ്. പണം കൊടുക്കൽ നിർത്തിക്കഴിഞ്ഞാൽ 99% ആൾക്കാരുടെയും സാമൂഹ്യ ബോധം, നീതിബോധം അങ്ങനെ പലതും. മേഖലാ പ്രസിഡന്റ് S. മനോജ് അധ്യക്ഷത വഹിച്ചു. KJU സംസ്ഥാന കമ്മിറ്റി അംഗം ജിജു വൈക്കത്തശ്ശേരി മുഖ്യപ്രഭാഷണം നടത്തി. നമുക്ക് ഒന്നിച്ചു പോയാൽ നമുക്ക് പലതും നേടാൻ കഴിയും. നമ്മുടെ നിലനിൽപ്പ് എന്നും സാധ്യമായ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്യും. ജനാധിപത്യത്തിൻ്റെ 4ാമത്തെ തൂണാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ ഭരണകർത്താക്കൾ, കേന്ദ്ര സംസ്ഥാന സർക്കാർ ആരാ എന്ന് പറഞ്ഞാലും ഈ അവതരണത്തിലൂടെ നമ്മളെ സൂചിപ്പിച്ച് ഇരുത്തുന്നതല്ലാതെ ഇന്ത്യയിലെ മാധ്യമപ്രവർത്തകർക്ക് വേണ്ടി കാലാകാലങ്ങളിൽ വേണ്ടുന്നതായ ഒരു കാര്യങ്ങളും ചെയ്യാത്ത അവസ്ഥ തന്നെയുണ്ട്. അത് നമ്മളെ സംബന്ധിച്ച് വളരെയേറെ വേദന ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു സംസ്ഥാനമാണ് തെലുങ്കാന. അവിടെ ബ്ലോഗർമാർ വരെയുള്ളവർക്ക് സർക്കാർ നിശ്ചയിച്ച ശമ്പളവും അതോടൊപ്പം തന്നെ ക്ഷേമനിധി, പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഒരു ചെറിയ സംസ്ഥാനമായ തെലുങ്കാനയിൽ നൽകുന്നു. മേഖലാ സെക്രട്ടറി MM റെജി, ട്രഷറർ ഇല്യാസ് വായ്പൂര്, ആൽഫിൻ ഡാനി എന്നിവർ പ്രസംഗിച്ചു.